ഹലോ ഫ്രാൻസ്, എല്ലാവർക്കും എഡിസെറ്റ് ഗെയിമിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ അതിലേതോ ഒന്നാണ് എപ്പിസോഡ് നമ്പർ. ഇതിൻ്റെ ഡയമണ്ട് പിക്കാക്സ് കണ്ടോ? അൺബ്രേക്കിംഗ് 3, ഫോർച്യൂൺ 3, എഫിഷ്യൻസി ഒക്കെ ഉണ്ട്. കിട്ടുന്ന പിക്കാക്സാണ്. പിന്നെ കുറേ എൻചാൻറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തൊക്കെ ഞാൻ നമ്മുടെ ടൂൾസിലൊക്കെ. ഇനി എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കമോൺ. നെതറിൽ കുറേ ഇനി എക്സ്പ്ലോർ ചെയ്യണം. പുതിയൊരു ഹബ്ബൊക്കെ സെറ്റാക്കണം. അവിടെ എങ്ങനെയെങ്കിലൊക്കെ ഒരു ഹബ്ബൊക്കെ സെറ്റാക്കിയാലേ എന്തായാലും നടക്കുകയുള്ളൂ. പിന്നെ അവിടെ പുതിയൊരു സംഭവം ഉണ്ടാക്കി, വില്ലേജർ ബ്രീഡർ. ഇതിൻ്റെ അകത്തിപ്പോൾ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ ആണ് ഔട്ട്പുട്ട് വരിക. എല്ലാ കുരിപ്പുകളും വന്ന് കിടക്കുന്ന സ്ഥലമാണിത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം എത്ര വില്ലേജസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും കയറിയിട്ട് കാണിച്ചു തരാം. 2 ബേബി വില്ലേജർ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ഉണ്ട്. ഇനിയും ഉണ്ടാവും. ഇത് പക്ഷെ താഴത്തേക്ക് വരുന്നില്ല. അങ്ങനെ അടയ്ക്കുമയിലേ. സോറി മൈ മിസ്റ്റേക്ക്. ഇനി നമുക്ക് ഇവിടെ അയൺ ഫാം സെറ്റാക്കണം. ഇപ്പോൾ വില്ലേജസൊക്കെ ആയില്ലേ, ഇനി ഒരു അയൺ ഫാം സെറ്റാക്കണം. പെട്ടെന്ന് തന്നെ സെറ്റാക്കി കാണാം. ഞാൻ ഫാമിങ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം കണ്ടടിച്ചത് ഒരു 100 ബ്ലോക്ക് ഗ്യാപ്പിൽ, 100-150 ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് ഒരു ഫാമിങ് ഏരിയ ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോയിട്ട് ഇപ്പം കാണിച്ചു തരാം. കുറച്ച് മലയും കുന്ന് കയറാണ്ട് ഇപ്പം കാണിച്ചു തരാം. ഓക്കെ, നമ്മളവിടെ എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ഏരിയ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. പിന്നെ കുറച്ചൊന്ന് ടെറാഫോം ചെയ്തെടുത്താൽ നല്ല വലുപ്പത്തിൽ കിട്ടുമെങ്കിൽ. സോ ഇവിടെയാണ് നമ്മൾ ഫാം ചെയ്യാൻ പോകുന്നത്. എല്ലാത്തിൻ്റെയും ഫാം ഉണ്ടാക്കാൻ പോണ സ്ഥലമാണിത്. ഇവിടെ കുറേ കുഴിയൊക്കെ ഉണ്ട്. അതൊക്കെ നടച്ചെടുത്താൽ മാത്രം മതി. നമുക്ക് കണ്ടമാന സ്ഥലം കിട്ടും. എന്നിട്ട് ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് ടെറാഫോം ചെയ്യട്ടെ. കുറച്ചധികം പണി ഉണ്ടാവും ഇവിടുത്തെ ടെറാഫോമിങ് എന്നൊക്കെ പറഞ്ഞാൽ. കുറേ പൊട്ടിക്കാനും ഉണ്ട്, എന്നിട്ട് കുറേ പ്ലേസ് ചെയ്യാനും ഉണ്ടാവും. അങ്ങനെ കുറേ പണിയുണ്ട്. എന്നിട്ട് നമുക്കൊരു കിടില അയൺ ഫാം ഉണ്ടാക്കണം. ഇത് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് 150 ബ്ലോക്കോ അങ്ങനെ എന്തോ ഗ്യാപ്പ് ഇട്ടിട്ടാണ്. അത്രയും സ്ഥലം വേണം അയൺ ഫാമിന്. പിന്നെ അവിടെ നിന്ന് കുറേ വില്ലേജസിനും കൊണ്ടുവരണം. ഇനി എന്തായാലും അവിടെ ട്രാൻസ്ഫോം ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിതാ ട്രാൻസ്ഫോം ചെയ്യാൻ വന്നതിന് ഇപ്പം ഇങ്ങനെ വിചാരിച്ച് ഇവിടെ ഉണ്ടാക്കണോ അതോ ഇനി ഇവിടെ വേറെ സ്ഥലം വല്ലതുണ്ടോ എന്ന് തപ്പിയാലോ എന്നിങ്ങനെ വിചാരിച്ച്. അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റി നോക്കണം എന്തെങ്കിലും ഉണ്ടോയെന്ന്. ചുറ്റി നോക്കി വരാം കേട്ടോ. ഇപ്പോൾ വരാം. ഒന്ന് ഇവിടെ ഒക്കെ നോക്കിയിട്ട് വരാം. ഓക്കെ, ഞാൻ ഇവിടെ ഒക്കെ നോക്കി. വലുതായിട്ടൊരു സ്ഥലവും എനിക്ക് കിട്ടിയില്ല. അധികം പോരാ, ഒരു സ്ഥലവും പോരാ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ തന്നെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇവിടെ ഒക്കെ ട്രാൻസ്ഫോം ചെയ്തെടുത്തേക്ക് ഇപ്പോൾ കുറച്ചധികം സ്ഥലമുണ്ട്. അവിടെ ഒരു മല ഉണ്ട്, ഞാൻ പൊട്ടിച്ചിട്ടാൽ. ഇനി എന്തായാലും നമുക്ക് ഇവിടെ അയൺ ഫാം ഉണ്ടാക്കാം. ഈ കുഴി വെച്ചയക്കുന്ന അടുക്കത്തെ ഭാഗമോ. ഇനി ബാക്കിയെ സെറ്റായിക്കൊണ്ട് ഇനി കുറച്ചധികം പണി ഉണ്ടാകും. 20 വില്ലേജസിനെ കൊണ്ടുവരണം. അതാണ് കുറച്ച് അധികം പണിയുള്ളത്. ഞാൻ എന്തായാലും ഇത് ഫുള്ളൊന്ന് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പം കാണിച്ചു തരേ. അയൺ ഫാം, നമ്മുടെ അയൺ ഫാം വർക്കാവുന്നു. ഇപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കുറേ അയൺകോളം വന്ന്, കുറേ എണ്ണം വന്ന്. പിന്നെ ഇതാ ഇവിടെ 5 ക്യാറ്റിനെ സ്പോൺ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ പിന്നെ അയണിൻ്റെ ഗോളത്തിൻ്റെ എന്താ പറയുക സ്പോണിങ് റേറ്റ് കൂടും. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ അയൺ വന്നത്. അത് 2 അവിടെ ചാവുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി സ്പീഡൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്തത്. സ്പീഡിൽ ചാവുന്നതിനനുസരിച്ച് സ്പീഡിൽ അയൺകൾ സ്പോണാവും ചെയ്യും. ഇനി സ്പീഡിൽ കൊല്ലണമെങ്കിൽ ട്രൈഡൻ കില്ലറൊക്കെ വെക്കേണ്ടി വരും. അതൊക്കെ ഭയങ്കര പണിയാണ്. ഇതിൽ വെച്ചിട്ട് ഒരു കാര്യമില്ലേ. ഇപ്പോൾ കുറേ അയൺകോളം വന്ന് ചത്തിക്ക്. പിന്നെ കുറേ പൂച്ചയുണ്ട്. ഇപ്പോൾ പൂച്ച സ്പോണാവുന്നില്ല. 5 എണ്ണത്തിനെ അവിടെ ടൈം ചെയ്ത് വെച്ചേക്ക്. ഇവരിങ്ങനെ സ്പോണാക്കും. ഞാൻ ആ കുഴിയിൽ നിന്ന് ലൂർ ചെയ്തിടും. എന്നിട്ട് ഇനി അടുത്ത് ഇവിടെ എന്ത് ഫാം ഉണ്ടാക്കുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇപ്പം എത്ര ആയി? 48 അയാണ് ഇപ്പോഴേ ഉണ്ട്. പിന്നാണ് ഇപ്പോൾ വീഡിയോ തുടങ്ങിയത് തന്നെ എത്ര 5-6 എണ്ണം വന്ന് ചത്തിക്കെന്ന് തോന്നുന്നു. ഇവിടെ എത്ര ടെറാഫോം ചെയ്യാണ്ട് ഇനി അറിയോ.
അതിലത്തെ ബ്ലോക്ക് മൊത്തം പെട്ടീൻ്റെ അകത്തുണ്ട്. കണ്ടമാനുണ്ടായിനി, കുറേ ടെറാഫോം ചെയ്തെടുക്കാണ്ടേനി. ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ മിക്കവാറും ഫുൾ ഡയമണ്ട് ആർമറൊക്കെ സെറ്റ് ആക്കാനായിരിക്കും. വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഒരു സ്പൈഡർ സ്പോണർ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് പോയി സ്പോണർ ആക്കണം. പക്ഷെ സ്പൈഡർ സ്പോണർ ഇട്ടിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല, സ്കെൽട്ടൻ കിട്ടണം, അതാണ്. ആ ബോണ് നല്ല യൂസ്. സ്പൈഡർ സ്പോണർ നമ്മുടെ ആവശ്യമുണ്ട്, പക്ഷെ ഈ ഏളി ഗെയിമിൽ അങ്ങനെ സ്പൈഡർ സ്പോണർ വെച്ചിട്ട് അധികം ആവശ്യമൊന്നുമില്ല. ഏളി ഗെയിമിലും ഇല്ല, എൻ്റെ ഗെയിമിലും ഇല്ല. പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അടുത്ത എപ്പിസോഡിൽ എനിക്ക് എന്തെങ്കിലും കുറേ സ്ട്രിപ്പ് മൈൻഡ് ചെയ്തിട്ട് ഡയമണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുത്തെ വലിയ കെയ്യൊന്നും ഇപ്പോൾ ഞാൻ അധികം കണ്ടിട്ടില്ല, ഒറ്റ ഒന്നാളെ അവിടെ നിന്ന് ഞാൻ കണ്ടമാനം ഡയമണ്ട് ഉള്ള ഡയമണ്ട് മൊത്തം എടുത്ത് എത്രണ്ണായ 57 അങ്ങനെ എന്തോ ആയിരിക്കും തോന്നുന്നു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ.